ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, അവധിക്കാലമൊക്കെ ആയിട്ട് ഉഴപ്പാണോ? ഹല്ലേലൂയ. ഇന്ന് അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ സഖിയോൻ സ്ഥാപിതമായിട്ട് 27 വർഷം പൂർത്തിയാകുകയാണ്. അപ്പൊ അതിന്റെ ഏകദിനം ഒരു സഖിയോൻ ദിനം പോലെയായിരുന്നു. നമുക്ക് ആഘോഷങ്ങളില്ല, പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ മാർപ്പാപ്പയുടെ ഇതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ. കുർബാനയ്ക്ക് അർപ്പിച്ച അഭിവന്ദ പീറ്റർ പിതാവ് ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക്. വട്ടാലച്ചനും അതേപോലെ തന്നെ ധ്യാന കേന്ദ്രത്തിലെ കാലാകാല ഡയറക്ടർമാര് ജോസച്ചൻ, സോജിയച്ചൻ, എല്ലാ അച്ഛന്മാരും, പിന്നെ ഇളയദാസനും പോയി. അങ്ങനെ എല്ലാം നല്ലതായിരുന്നു കേട്ടോ. പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പൊ സഖിയോനിൽ ധ്യാനം ആരംഭിക്കുകയാണ്. മുതിർന്നവർക്കുള്ള ധ്യാനം, കുട്ടികൾക്കുള്ള ധ്യാനം ഒക്കെ ആരംഭിക്കുക. നമുക്ക് എല്ലാത്തിനും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം അല്ലെ. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹത്തിന്റെ ഇത് വേണോ വേണ്ടായോ, അല്ലെങ്കിൽ സ്ഥലം മേടിക്കണോ വേണ്ടായോ, അല്ലെങ്കിൽ ആ ജോലിക്ക് പോകണ ജോലി, ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുക്കണം. അങ്ങനത്തെ ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഒരു നന്മറിഞ്ഞവരും ചെറിയ ഒരു ബ്ലെസ്സിങ് ഈശോ തരും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വെറുതെ ഉപകാരപ്പെടാതെ പോകുമെന്നുള്ളതാണ്. യേശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായമാണ്. അപ്പൊ അതിനകത്തുള്ള വാക്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് വാക്യത്തിൽ ഇങ്ങനെയാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. അതായത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതായത് ഈ തോബിത്തിന്റെ പുസ്തകത്തിൽ വചനമുണ്ട്, ഉപവാസത്തോടു കൂടി ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. അപ്പൊ പ്രാർത്ഥനയെ നല്ലതാക്കുന്നതാണ് ഉപവാസം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞോ, യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥന ഉന്നതത്തിലേക്ക് എത്താൻ ഉപവാസം ഒരുപാട് ഉപകാരപ്പെടും. പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീർച്ചയായും തീരുമാനം ഉണ്ടാവും. അതിനകത്തൊരു പരിഹാരമുണ്ട്, അതിനകത്തൊരു പ്രായശ്ചിത്തമുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുള്ള അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, പക്ഷെ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചണ്ട കൂടാനും കലഹിക്കാനും ബഹളം വെക്കാനും വേണ്ടിയിട്ടാണ് ഈ ഉപവാസം എടുക്കുന്നത് പറയാം. ഈ ഭൂലോകത്തിന്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിലാണ് ഉപവസിക്കുന്ന ദിവസം നിങ്ങൾ മുറുമുറുപ്പ് ഉപേക്ഷിക്കണം, ഉപവസിക്കുന്ന ദിവസം കോപിക്കാതിരിക്കണം. അതായത് നമ്മൾ നമ്മുടെ പാപ സ്വഭാവങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തുന്നുമില്ല, പക്ഷെ നമ്മൾ ഉപവാസം എടുക്കുകയും ചെയ്യുന്നു. ആ ഉപവാസം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഉപകാരപ്പെടാതെ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ഉപവാസം കിടക്കുകയും ചെയ്യും, പട്ടിണി കിടക്കുകയും ചെയ്യും, ഉപകാരം ഉണ്ടാവില്ലെങ്കിൽ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ അപ്പൊ പാപത്തെ അമർച്ച ചെയ്യാൻ ഇത് നല്ലതാ. കാരണം ഉപവാസത്തോടും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ചില വർഗ്ഗങ്ങൾ പുറത്തു പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഉപവാസം എടുക്കുന്നതോടെ നമ്മൾ ചില പാപ സ്വഭാവങ്ങളെയും കൂടെ അങ്ങോട്ട് അമർച്ചയാണ്. അതുകൂടെ അങ്ങ് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളൊരു ഉപവാസം എടുത്ത് ദൈവൈക്യത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ശരിക്കും ഒരു ഉത്തരവുണ്ട് എന്റെ സഹോദരങ്ങൾ. എന്തൊക്കെ വചനങ്ങളല്ലേ ഇത് ശരിക്കും മെഡ്ജൂർ ഓക്കെ, അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഭൂലോകത്തിന് വിജയം ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലകളിലുണ്ട്. അപ്പൊ നമ്മളത് ഉപവാസം എടുക്കണം കേട്ടോ. നമുക്ക് വെള്ളിയാഴ്ച മാത്രമല്ല, പറ്റുമ്പോഴൊക്കെ എടുത്തോ. പക്ഷെ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്നാ പിന്നെ ശരി കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് ചെയ്യാം. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യം കൃപയെ ആശീർവാദ സമയത്ത് നൽകുന്നതിന് ഓർത്ത് നന്ദി പറയുക. കർത്താവ് നന്നായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു കൃപ ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. അതുപോലെ തന്നെ കർത്താവ് ഉപവാസം എടുക്കുന്ന ദിവസങ്ങളെ കോപം, വെറുപ്പ്, ഭിന്നത, മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ, പാപ സ്വഭാവം ഒഴിവാക്കി ഉപവാസിക്കുക. ഒരു പ്രത്യേക കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കും. ഒപ്പം തന്നെ കർത്താവ് ദൈവം ഇപ്പം ആദ്യം ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച വിഷയം, അതായത് കർത്താവേ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട്, ഒരു തീരുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഈ ആശീർവാദ സമയത്ത് ദൈവത്തിന്റെ കൃപ നിറഞ്ഞ് പ്രാർത്ഥനയിൽ വചനത്തിലൊക്കെ ആശ്രയിക്കുക തീരുമാനത്തിലെത്തേക്ക് ഒരു കൃപ കൊടുക്കണമേ. ദുഷ്ടഅരിവുകളെ ബന്ധിക്കുന്നു. ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.